ഒരു ബില്യണയർ, ഒരു റിയൽ എസ്റ്റേറ്റ് രാജാവ്, ഒരു റിയാലിറ്റി ഷോ സ്റ്റാർ, പിന്നീട് അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായ മനുഷ്യൻ. ഈ കഥ ഒരു സാധാരണ ബിസിനസ്സുകാരൻ്റെ അല്ല. തൻ്റെ സർനെയിം ഒരു ബ്രാൻഡ് നെയിം ആക്കി മാറ്റിയ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യത്യസ്തനായ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഉയർച്ചയുടെയും തകർച്ചയുടെയും കൂടെ അതിജീവനത്തിൻ്റെയും കൂടി കഥയാണ്. 7 Minute സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Together we will make America great again. Make America great again, that's the call. From the mountain heights to the low country sprawl. Red, white and blue, flying strong in the sky. Together we'll rise, let that eagle fly. 1946 ന്യൂയോർക്കിൽ ജനിച്ച ഡൊണാൾഡ് ട്രംപ് ഒരു സമ്പന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ ഫെഡ് ട്രംപിന്റെ മകനാണ്. പിതാവ് നഗരത്തിൽ ഇടത്തരം വീടുകൾ പണിതപ്പോൾ മകന്റെ ലക്ഷ്യം കുറച്ചുകൂടി വലുതായിരുന്നു. മാൻഹാട്ടൻ എന്ന അത്യാധുനിക നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം. 27ാം വയസ്സിൽ ട്രംപ് തന്റെ പിതാവിന്റെ കമ്പനി ഏറ്റെടുക്കുന്നു. ഉടനെ തന്നെ ട്രംപ് ഓർഗനൈസേഷൻ എന്ന് പേരുമാറ്റവും നടത്തുന്നു. ആർക്കും വേണ്ടാതെ ആരും ഏറ്റെടുക്കാതെ കിടന്ന ഒരു പഴകിയ തകർന്നു തുടങ്ങിയ ഹോട്ടൽ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ളവരെ ആദ്യം ഞെട്ടിക്കുന്നത്. ഒട്ടും ആധുനികമല്ലാത്ത ഈ പഴയ കെട്ടിടം ഗ്രാൻഡ് ഹയാട്ട് ഹോട്ടൽ എന്ന ആധുനികതയുടെ പര്യായമാക്കി രൂപപ്പെടുത്തിയതോടുകൂടി ന്യൂയോർക്ക് സിറ്റിയിലെ ബിസിനസ് ലോകം ഡൊണാൾഡ് ട്രംപ് എന്ന പേര് ഏറ്റെടുക്കാൻ തുടങ്ങി. 1980കൾ ട്രംപിന്റെ കാലമായിരുന്നു. ആധുനികതയുടെ പരകോടിയിൽ പടുത്തുയർത്തിയ ട്രംപ് ടവറിൽ ഇരുന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ വളർത്തിയെടുത്തു. ട്രംപ് എന്ന പേര് അമേരിക്കയിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഏറ്റെടുത്തതിന് പിന്നിലെ ട്രംപ് എന്ന ബിസിനസ്സുകാരൻ്റെ കൂർമ്മ ബുദ്ധി ആരും കാണാതെ പോകരുത്. താൻ നിർമ്മിച്ച വാട്ടർ ബോട്ടിൽ മുതൽ ബോർഡ് ഗെയിം, വോഡ്ക എന്തിന് എയർലൈൻസിന് വരെ ട്രംപ് എന്ന പേര് നൽകി. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ശരാശരി ഒരു അമേരിക്കക്കാരനെ ഓർമ്മപ്പെടുത്തും വിധം ട്രംപ് എന്ന പേരും അദ്ദേഹത്തിൻ്റെ ചിത്രം പതിപ്പിച്ച ലേബലുകളും അവർക്കിടയിലൂടെ കയറിയിറങ്ങി. അവിടെ തുടങ്ങുന്നു ട്രംപ് എന്ന ബിസിനസ്സുകാരനിൽ നിന്നും ട്രംപ് എന്ന ബ്രാൻഡിലേക്കുള്ള കുതിച്ചുചാട്ടം. 1987 ട്രംപ് തൻ്റെ അനുഭവങ്ങൾ പുസ്തകമാക്കി എഴുതി. ട്രംപ് ദ ആർട്ട് ഓഫ് ദ ഡീൽ ബിസിനസ്സിൻ്റെ ഒരു ഹൗ ടു ഗൈഡായി അത് ലോകം ഏറ്റെടുത്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ട്രംപ് ഒരു ബ്രാൻഡായി മാറുകയായിരുന്നു. 1990കളുടെ തുടക്കം. ട്രംപ് ആകാശത്തോളം ഉയർന്നിരുന്നിടത്ത് നിന്ന് ആകാശം തന്നെ തകർന്നു വീഴുന്ന സമയം വരികയായിരുന്നു. അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു 90കൾ. അത് ട്രംപിന്റെ ബിസിനസ്സുകളെയും ഗുരുതരമായി ബാധിച്ചു. ഹോട്ടലുകളും കാസിനോകളും എല്ലാം നഷ്ടത്തിലായി. ഏകദേശം $3 ബില്യൺ കടം കുമിഞ്ഞുകൂടി. വായ്പകളെല്ലാം മുടങ്ങി. 6 തവണ തൻ്റെ കമ്പനികൾ ബാങ്ക്രപ്റ്റായി. എന്നിരുന്നാലും അന്ന് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെ വളരെ ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായി ബാങ്ക്രപ്റ്റ് ആവുന്നതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. ഒരുപക്ഷെ തൻ്റെ പേര് തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റി ഒരു സെലിബ്രിറ്റി പദവിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ തകർച്ച മാധ്യമങ്ങൾ വളരെ നന്നായി ആഘോഷിച്ചു. എന്നാൽ തകർച്ചയിൽ തോറ്റു പിന്മാറാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ചില ബിസിനസ്സുകൾ വിറ്റൊഴിവാക്കിയും ചിലത് പുനഃസംഘടിപ്പിച്ചും ബാങ്കുകളുമായി ചർച്ച നടത്തിയും അദ്ദേഹം വലിയ ഒരു തിരിച്ചുവരവ് തന്നെ നടത്തി. 2004 ട്രംപ് തൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുതിയ ചുവടുവെപ്പ് നടത്തി. NBC ചാനലിൽ ആരംഭിച്ച ദി അപ്രന്റീസ് എന്ന റിയാലിറ്റി ഷോയിൽ അദ്ദേഹം പ്രോഗ്രാം ഹോസ്റ്റും ജഡ്ജുമായി പങ്കെടുത്തു. ഈ പ്രോഗ്രാം ഒരു മത്സരം പോലെയാണ്. ജോലിക്കായി മത്സരിക്കുന്ന യുവാക്കളെ വ്യത്യസ്ത ബിസിനസ് ചലഞ്ചുകളിലൂടെ പരീക്ഷിക്കുന്നു. ചലഞ്ചുകൾക്കൊടുവിൽ ട്രംപ് തൻ്റെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചില മത്സരാർത്ഥികളെ എലിമിനേറ്റ് ചെയ്യുന്നു. തികച്ചും നീതിയുക്തമായ തൻ്റെ വിലയിരുത്തലുകളും അതിനുശേഷം അദ്ദേഹം പറയുന്ന "യു ആർ ഫയർഡ്" എന്ന ക്യാച്ച് ഫ്രേസും അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ ഒരു മെഗാ സ്റ്റാർ ആക്കി മാറ്റി. അമേരിക്കൻ വീടുകളിൽ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ബിസിനസ് സ്ഥാപനങ്ങളിലെ ബോർഡ് റൂമുകളിൽ ഇരിക്കുന്ന ചെയർമാൻമാർ വരെ ട്രംപിനെ തിരിച്ചറിഞ്ഞു.
മാധ്യമ ശ്രദ്ധ എങ്ങനെ വിദഗ്ധമായി നേടിയെടുക്കാമെന്ന് ട്രംപ് വളരെ നന്നായി മനസ്സിലാക്കിയത് ഈ ഷോയിലൂടെയാണ്. ജൂൺ 16 തന്റെ ട്രംപ് ടവറിൽ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഐ എം ഒഫീഷ്യലി റണ്ണിംഗ് ഫോർ ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ വാർത്ത കേട്ട് പലരും ചിരിച്ചു. അധികാരവേദികളിലെ മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ നിരൂപകരും വാർത്താ ചാനലുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ട്രംപിനെ ആരും പ്രസിഡന്റ് ആക്കില്ല. പക്ഷെ ഡൊണാൾഡ് ട്രംപ് പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയിലായിരുന്നു രാഷ്ട്രീയ മേഖലയിൽ അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക്. സോഷ്യൽ മീഡിയ ആയിരുന്നു അദ്ദേഹത്തിന്റെ വേദിയും ആയുധവും. ട്രഡീഷണൽ മാധ്യമങ്ങളെക്കാൾ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനുവേണ്ടി ട്വിറ്റർ അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തി. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഈ 4 വാക്കുകൾ കാട്ടുതീ പോലെ അമേരിക്കയിൽ എമ്പാടും പടർന്നു പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ ട്വീറ്റുകളും പ്രസ്താവനകളും വലിയ വാർത്തയും ചർച്ചയുമായി മാറി. ആർക്കും അത് അവഗണിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആഗതമായി. അതുവരെ ട്രംപിനെ പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പത്രങ്ങളിൽ തലക്കെട്ടുകൾ മാറിവന്നു. ഡൊണാൾഡ് ജെ ട്രംപ് ഇലക്റ്റഡ് ആസ് ദ 45th പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നല്ല രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്ന, എല്ലാ മാധ്യമങ്ങളുടെയും അനുഗ്രഹ ആശീർവാദം ഉണ്ടായിരുന്ന, എക്സിറ്റ് പോൾ സർവേകളെല്ലാം അനുകൂലമായിരുന്ന ഹിലരി ക്ലിന്റനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടും പ്രവർത്തന രീതികളോടും ഒരുപക്ഷെ എതിർപ്പുള്ളവരാകാം നമ്മളിൽ പലരും. എങ്കിലും സാധാരണക്കാരനായ ഒരു മനുഷ്യനിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിലേക്കുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യന്റെ യാത്രയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും എന്നും ഒരു മാതൃകയാണ്. ചരിത്രത്തിലെ മറ്റൊരു കഥയുമായി 7 Minute സ്റ്റോറിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.